ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ റിവർ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ റിവർ സിസ്റ്റംസിൽ ഹിമാലയൻ നദികളിലെ 3 2 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ് ഹിമാലയൻ നദികളിലെ പ്രധാനപ്പെട്ട സിന്ധുവിനെയും പോഷ നദികളെയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മപുത്രയെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗംഗയെ പറ്റിയിട്ടാണ്. അതായത് ഇന്ത്യയിലെ നദികളിൽ ഹിമാലയൻ നദികളുണ്ട്, പെനിൻസുല നദികളുണ്ട്. പെനിൻസുല നദികളിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഹിമാലയൻ നദികളിൽ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗംഗയെ പറ്റിയാണ്. ഗംഗ 2525 കിലോമീറ്റർ ഒഴുകുന്ന ഉത്തരാഖണ്ഡിൽ തുടങ്ങി ഒഴുകി വെസ്റ്റ് ബംഗാളിലൂടെ ബംഗ്ലാദേശ് വഴി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന ഗംഗ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഞാൻ ചില കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ പറയാതെ പോയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് പെറനിയൽ നദികളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ഉണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ്, ഡാമൊക്കെ പണിതിട്ടേ വൈദ്യുതി ഉൽപാദനം അല്ലേ, വെള്ളത്തിന്റെ സപ്ലൈ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യം, ഇൻഡസ് സിന്ധുവില്, അതുപോലെ ബ്രഹ്മപുത്ര, അതുപോലെ ഗാഞ്ചസ്, ഗംഗ, ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഈ പറയുന്ന പ്രൊജക്ട്സ്, ഡാമുകൾ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കുറേയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ബ്രഹ്മപുത്രയിലും മറ്റും സിന്ധുവിലെയും മറ്റും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ പറയാത്തതുണ്ട്, ആ ഡാംസ് കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അതുകൂടെ പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട രീതിയാണ്. റെഡി? അപ്പൊ നമുക്ക് സമയം കളയണ്ട, ഗംഗയിലേക്ക് പോവാം. ഗംഗ ഇന്ത്യയിലെ ഒരു ഹോളി റിവർ ആണല്ലേ, ഇന്ത്യയുടെ നാഷണൽ റിവറാണ്, ഇന്ത്യയുടെ ഹോളി റിവറാണ്. വളരെയധികം ഏൻഷ്യൻ ഇന്ത്യ മുതൽ, വേദകാലഘട്ടം മുതൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു റിവറാണ്. സിന്ധുവിന്റെ തീരത്തു നിന്നും ആളുകൾ ഗംഗ യമുന ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഗംഗ യമുന കൾച്ചറിനെയാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു ഹിന്ദു മുസ്ലിം കൾച്ചറിനെ കാണിക്കുന്ന ഗംഗ യമുന തഹസീബ്. അങ്ങനെ ഗംഗയ്ക്കും യമുനയ്ക്കും എടുത്തു പറഞ്ഞാൽ യമുന ഗംഗയിലേക്ക് ഒഴുകുന്നത്. ഗംഗയുടെ ഇന്ത്യയിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, ഗംഗയില്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഗംഗ തുടങ്ങുന്നത് എവിടെയാണ്? ഗംഗ തുടങ്ങുന്നത് കാണാതെ പഠിക്കണ്ട. ഗംഗോത്രി, നമ്മുടെ അല്ലു അർജുന്റെ ഒരു പഴയ സിനിമയാണ്. ഒറിജിനൽ പേര് അതാണെന്ന് അറിയില്ല, മലയാളത്തിൽ ഏതായാലും അതായിരുന്നു പടം. ആ സിനിമ കാണാത്തവർ കണ്ടു നോക്കുക. അത് അല്ലു അർജുൻ ആണെന്ന് തിരിച്ചറിയാൻ വലിയ പാടാണ്. ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്ന, പിന്നീട് ഉത്തരാഖണ്ഡിലെ ഗൗമുഖ് എന്ന് പറയുന്ന പ്രദേശത്താണ്, ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഗംഗയുടെ തുടക്കം. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഞ്ചൽ ഉണ്ടായ വർഷം ഏതാണെന്ന് പറയുക. ഉത്തരാഖണ്ഡായത് ഏത് വർഷമാണെന്ന് പറയുക. അത് ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ്? പേരുമാറ്റം കേരളം ആയില്ലേ, അത് ഏത് ആർട്ടിക്കിളിന് കീഴിലാണെന്ന് പറയുക. ക്ലിയർ? അങ്ങനെ ഗംഗോത്രിയിൽ തുടങ്ങുന്നു കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗംഗോത്രിയിൽ തുടങ്ങുന്ന ഗംഗ ദാ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരികയാണ്. ഗംഗോത്രിയിൽ തുടങ്ങുന്ന ഗംഗ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരികയാണ്. ഈ ഗംഗയിലേക്ക് മറ്റൊരു നദി കണ്ടോ, അത് വന്നിട്ട് ചേരുന്നു. അങ്ങനെ ചേരുന്ന സമയത്താണ് ഇത് ഗംഗ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഗംഗോത്രിയിൽ തുടങ്ങുമ്പോൾ ഈ നദിയുടെ പേര് എന്താണ്? ഭാഗീരഥി. എന്താണ്? ഭാഗീരഥി. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ തുടങ്ങുമ്പോൾ നദിയുടെ പേര് ഭാഗീരഥി. ഈ ഭാഗീരഥിയിലേക്ക് ഉത്തരാഖണ്ഡിൽ വെച്ച് തന്നെ മറ്റൊരു നദി വന്ന് ചേർന്നു. അതിന്റെ പേരാണ് അളകനന്ദ. അങ്ങനെ ഉത്തരാഖണ്ഡിൽ വെച്ച് അളകനന്ദ ചേരുമ്പോൾ അത് ഗംഗ എന്നറിയപ്പെടുന്നു കേട്ടോ. ഇത് വളരെ ഹോളി സൈറ്റ് ആണ് ഹിന്ദുയിസത്തിൽ. ഉത്തരാഖണ്ഡിൽ പോകുന്നവരോ ചിലപ്പോൾ ഈ സൈറ്റിലും പോയിട്ടുണ്ടാകും. ഭാഗീരഥി എന്ന് പറയുന്ന നദിയിലേക്ക് അളകനന്ദ വന്ന് ചേരുന്നു. രണ്ടും കൂടെ ഇവിടെ മുതൽ ഗംഗ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. മനസ്സിലാക്കുക, ദ ഹെഡ് വാട്ടേഴ്സ് ഓഫ് ഗംഗ. രണ്ടെണ്ണം കൂടി ചേരുന്നില്ലേ? ഏതൊക്കെയാണത്? ഭാഗീരഥിയും അളകനന്ദയും. ഇത് രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇവിടെ മുതൽ പലർക്കും കൺഫ്യൂഷനാണ്. കാരണം എന്താണെന്നറിയോ? ഇതൊരു പ്രയാഗല്ല. പ്രയാഗ്രാജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് യമുനയും ഗംഗയും തമ്മിൽ ചേരുന്നതാണ്. പ്രയാഗ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ ഉദ്ദേശം. അത് പഴയ അലഹബാദ് ആണ്, ഇന്നത്തെ ഉത്തർപ്രദേശാണ്. ഈ ദേവപ്രയാഗിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അളകനന്ദയും ഭാഗീരഥിയും ചേർന്നു. എന്നാൽ അതിനു മുന്നേയും കുറെ പ്രയാഗുണ്ട്. 1 വിഷ്ണു പ്രയാഗ്, 2 നന്ദപ്രയാഗ്, 3 കർണപ്രയാഗ്, 4 രുദ്രപ്രയാഗ്. എന്നിട്ടാണ് നമ്മുടെ 5ാമത്തെ പ്രയാഗ് വരുന്നത്, ദേവപ്രയാഗ്. എത്ര പഠിച്ചാലും പിള്ളേർ തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഈ 5 പ്രയാഗുകൾ അല്ലെങ്കിൽ പഞ്ചപ്രയാഗ്സ്.
നമുക്കതൊരു കോഡിലൂടെ പഠിക്കാം. ഒന്നുമല്ല, ഇവിടെ ചോദ്യത്തിന് ഇത്ര മാത്രം. ഈ പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത് എവിടെയാണ്? അത് എല്ലാവർക്കും അറിയാം. എവിടെയാ പഞ്ചപ്രയാഗ്? എവിടെയാ പഞ്ചപ്രയാഗ്? ചുമ്മാ എൻ്റെ കൂടെ പറയുന്ന പോലെ അഭിനയിക്കുക. പഞ്ചപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. 5 ഉത്തരാഖണ്ഡിലാണ്. ഈ പഞ്ചപ്രയാഗിൽ ഓരോ നദിയിലേക്കും മറ്റൊരു നദി വന്ന് ചേരുന്നുണ്ട്. ഈ അളകനന്ദയിലേക്ക് മറ്റൊരു നദി അങ്ങനെ വന്നു ചേരുന്നു. ഒടുവിൽ അളകനന്ദയും ഭാഗീരഥി ചേരുന്നു. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചപ്രയാഗിന്റെ ആ ഒരു ഓർഡർ പഠിക്കാം. പഞ്ചപ്രയാഗിന്റെ ഓർഡർ പഠിക്കാം. പഞ്ചപാണ്ഡവന്മാരെന്ന് കണ്ടിട്ടില്ലേ? പഞ്ചപാണ്ഡവന്മാര് ഇവർ കൂടെ കൂട്ടാത്ത ഒരാളുണ്ട്. ആരാണ്? കർണൻ. ഹീറോയാണ്, തോറ്റുപോയതാണ്. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, കർണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയാണ് കുന്തി ദേവി. നമുക്കറിയാലോ, അതൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ്. കർണനെ കുന്തി ദേവി കളയുന്നു. കാരണമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു വരം കിട്ടുന്നു, വരം ടെസ്റ്റ് ചെയ്യുന്നു, കുട്ടിയാകുന്നു. അച്ഛനില്ലാത്ത കുട്ടി എന്നുള്ള പേര് കൊണ്ടുപോയി കളയുന്നു. കളയുന്ന നദിയുടെ പേരെന്തോ അശ്വ റിവർ എന്നോ മറ്റാണ്. ഞാൻ മറന്നു കേട്ടോ, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. അശ്വ റിവർ എന്നോ മറ്റാണ്. അശ്വം കുതിര എന്നുള്ള അർത്ഥം വരുന്ന അശ്വമേധയാകുന്ന കേട്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ കളയുന്നു. കർണനെ പിന്നീട് ഒരാള് എടുത്തു വളർത്തുന്നു. പിന്നീട് കർണൻ ഗ്രൂപ്പ് മാറി കൗരവന്മാരുടെ സൈഡിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ കഥ. അപ്പൊ ശ്രദ്ധിക്കുക, കർണനാണ് നമ്മുടെ കഥയിലെ താരം. കർണനെ കൊണ്ടുപോയി കളയുന്നത് ഗംഗയിലാണെന്ന് വിചാരിക്കുക. കുന്തി ദേവി കർണനെ ഗംഗയിൽ കളയുന്നു. അപ്പൊ ഗംഗയിലെ പഞ്ചപ്രയാഗ നമ്മൾ പറയുന്നത്, പഞ്ചപ്രയാഗ പഞ്ചപാണ്ഡവന്മാർ ഉത്തരാഖണ്ഡിലാണ് കഥ കേട്ടോ. ഗംഗയിൽ വീണാൽ കർണൻ ആരെ വിളിക്കും? കർണൻ രുദ്രദേവനെ വിളിക്കും. കർണൻ ആരെയെ വർഷിപ്പ് ചെയ്ത്? സൂര്യപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യനെ വർഷിപ്പ് ചെയ്തിരുന്നു. അത് കൂടാതെ ശിവനെ വർഷിപ്പ് ചെയ്തെന്ന് പറയുന്നത്. ശിവന്റെ പേര് നമുക്കറിയാം, രുദ്ര എന്നാണ്. സെയിം ഡേറ്റ് ആണ്, പല പല രൂപങ്ങളാണ് അല്ലെ. ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പല രൂപങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക. കുന്തി കൊണ്ടുപോയിട്ട് കർണനെ ഗംഗയിൽ കളഞ്ഞു. ഗംഗയിൽ വീണാൽ കർണൻ രുദ്രദേവനെ വിളിക്കും. അപ്പൊ ഗംഗയിലാണ് നമുക്ക് ആരുള്ളത്? പഞ്ചപ്രയാഗുള്ളത്. ആദ്യത്തേത് ഗംഗയിൽ വീണാൽ, വിഷ്ണുപ്രയാഗ്. എനിക്കിത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കാരണം ഞാൻ മെയിൻ ആണെന്ന് ഞാൻ സ്വയം പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്ന് ഞാൻ വിചാരിക്കും. വിഷ്ണു വച്ചിട്ട് തുടങ്ങും. ഇനി നിങ്ങളും അങ്ങനെ വിചാരിച്ചോളൂ, കുഴപ്പമില്ല. ഗംഗയിൽ വിഷ്ണുപ്രയാഗ്. വീണാൽ, ഞാനിത് വീണാൽ എന്നാണ് നന്ദപ്രയാഗ്. ഗംഗയിൽ വീണാൽ, ഗംഗയിലെ പഞ്ചപ്രയാഗ് തുടങ്ങുന്നു. വിഷ്ണു, നന്ദ. ഗംഗയിൽ വീണാൽ കർണപ്രയാഗ്. ഈ ഭാഗത്ത് വെച്ചിട്ട് കർണൻ മെഡിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് വരുന്നത് കേട്ടോ. ഗംഗയിൽ വീണാൽ കർണൻ, വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്. ആരെ വിളിക്കും? കർണന്റെ ഇഷ്ടദൈവമായിരുന്ന ശിവൻ രുദ്രദേവനെ വിളിക്കും. രുദ്രപ്രയാഗ്, ദേവൻ ദേവപ്രയാഗ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ 5 എണ്ണത്തിൽ 5ാമത്തേതാണ് സുഹൃത്തെ ദേവപ്രയാഗ് എന്ന് പറയുന്നത്. ദേവപ്രയാഗില് ഒടുവില് ഈ പറയുന്ന ഭഗീരഥി ഈ പറയുന്ന അളകനന്ദയുമായിട്ട് ചേർന്നു. അത് ഗംഗയാകുന്നു. ഇതാണ് ഏറ്റവും ആദ്യത്തെ കോഡ്. കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഗംഗയെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കര ഭംഗിയാണല്ലേ. ഇത് പല പല ഭാഷയിൽ ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും ഭംഗിയുള്ള ഗംഗ നമ്മുടെ ഗംഗയാണ്, നമ്മുടെ ശോഭന ചേച്ചിയാണ്. ഗംഗയ്ക്ക് എങ്ങനെയായിരിക്കും ഇത്ര ഭംഗി കിട്ടിയത്? ഗംഗേ, ഇപ്പൊ പോകണ്ടെന്നല്ല, ഗംഗേ, ഭഗവാനായ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ നിനക്ക് അഴകുണ്ടാവും. പക്ഷെ ഗംഗ നാഗവല്ലി ഒരു തമിഴ് ടച്ചാണ്. അപ്പൊ നമുക്ക് അളകാക്കാം. അളക് ഇല്ലേ? അളകപ്പാ. ക്ലിയർ ആണോ? അപ്പൊ മനസ്സിലാക്കുക, ഗംഗേ, ഗംഗ. ഭഗവാനായ ദേവൻ, ഭഗവാൻ, ഭാഗീരഥി. ഭഗവാനായ ദൈവം, ദേവൻ, ദേവപ്രയാഗ്. പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? അളകുണ്ടാകും. അളകനന്ദ. ക്ലിയർ ആണോ? ഇതാണ് ഈ സാധനം. ഭഗവാനായ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ പ്രാർത്ഥിക്കുക, ദൈവം പ്രാർത്ഥിക്കുക, ദേവപ്രയാഗ്. ഭഗവാൻ, ഭാഗീരഥി, അളകുണ്ടാകും, അളകനന്ദ. അതായത് ഗംഗ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഭഗവാൻ, ഭാഗീരഥിയും അളകും, അളകനന്ദയും ദൈവം പ്രാർത്ഥിക്കുക ദേവപ്രയാഗിൽ വെച്ച് ചേരുമ്പോഴാണ്. ഇത് മറക്കില്ലല്ലോ. അപ്പൊ ഓരോ കോഡും തമ്മിൽ കണക്ഷൻ ഇല്ല കേട്ടോ. ഓരോ പ്രയാഗിനും ഓരോ കോഡാണ്. ഈ കോഡ് നമ്മൾ പറയുമ്പോൾ ഏൻഷ്യൻ ഇന്ത്യയിലെ ഹർഷനാണ് മോഷികൻ, അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യയിലെ അടിമക്കച്ചവടം തുടങ്ങിയാൽ സമാന ലാഭം കിട്ടും. കുറെ കോഡില്ലേ നമുക്ക്. ഇതൊക്കെ പേപ്പറിൽ എഴുതി വെക്കുക. ഒരു 10 തവണ പറയുക, പിന്നെ മറക്കില്ല കേട്ടോ. നമ്മുടെ കോൺസ്റ്റന്റ് അസംബ്ലിയിലെ അംഗങ്ങളെ പറ്റി നമ്മൾ പറയാറില്ലേ? എന്താണ്? ഗോപാലകൃഷ്ണൻ അമ്പേത് ജയിച്ചു,
മുൻഷി പറഞ്ഞു ഇത് സാധാരണ കൃഷ്ണനല്ല, മാധവകൃഷ്ണനാണ്. വളരെ മോശം കോടാ, പക്ഷെ 10 പ്രാവശ്യം പറഞ്ഞപ്പോൾ ക്രിഞ്ച് സാധനം ആയതുകൊണ്ട് വായിന്ന് പോകുന്നില്ല. അപ്പൊ അതുപോലെയാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, ഗംഗയിൽ വീണാൽ കർണൻ രുദ്രദേവനെ വിളിക്കും. ഇതിന്റെ ഓർഡറാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവപ്രയാഗ, കാരണം അവിടെ മുതലാണ് ഇത് ഗംഗ എന്നറിയപ്പെടുന്നത്. അപ്പൊ ദേവപ്രയാഗിന്റെ കൂടെ നമ്മൾ പറഞ്ഞു, ഗംഗയെ ഭഗവാനായ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ നിനക്ക് അളകുണ്ടാകും. ഭാഗീരഥിയും അളകനന്ദയും കൂടെ ദേവപ്രയാഗിൽ ചേരുമ്പോൾ ഗംഗ ഉണ്ടാകുന്നു. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? പഞ്ചപ്രയാഗിൽ 5ാമത്തെ ക്ലിയർ ആണല്ലോ. നമുക്ക് ആദ്യത്തിലേക്ക് വരാം. അളകനന്ദ. അളകനന്ദയുടെ തുടക്കം എവിടെയാ? അപ്പൊ ഭാഗീരഥി നമ്മൾ പറഞ്ഞു ഗംഗോത്രിയിലാണ് നമ്മൾ പറഞ്ഞു. അളകനന്ദയുടെ തുടക്കം സാതോപനാഥ് ഗ്ലേഷ്യർ. ഉത്തരാഖണ്ഡിലുള്ള മറ്റൊരു ഹിമാനിയാണ് സാതോപനാഥ് ഗ്ലേഷ്യർ. മനസ്സിലാക്കുക, ഈ അളകനന്ദയിലേക്ക് ധൗളി ഗംഗ വന്നു ചേരുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. ഉത്തരാഖണ്ഡിലെ എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സമയത്ത് എർത്ത്ക്വേക്സ് ഒക്കെ നടന്ന് ഭൂമി താഴ്ന്നു പോയൊരു പ്രദേശം. അൺസസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാം കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല, സുസ്ഥിര വികസനമല്ല. എക്കോണമി വളരെ നോക്കുന്നു, എക്കോളജി തകരുന്നു. അതിന് ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിലെ ജോഷിമഠ്. ഈ ജോഷി മഠത്തിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ സംഭവം ഉള്ളത്. നമ്മുടെ പഞ്ചപ്രയാഗിലായത് വിഷ്ണുപ്രയാഗ്. ഇതിന്റെ നമ്മുടെ കോടെന്താ? സത്യം മാത്രം പറയുന്ന അളകനന്ദയെ വിഷ്ണു താലി കെട്ടുന്നു. എനിക്കിനി പ്രത്യേകിച്ച് വേറെ കല്യാണം കഴിക്കാൻ ആഗ്രഹമൊന്നുമില്ല, എന്നാലും ഒരു കോഡുണ്ടാക്കിയെന്നുള്ളൂ. സത്യം മാത്രം പറയുന്ന സാതോപനാഥ ഗ്ലേഷ്യർ. സത്യം മാത്രം പറയുന്ന അളകനന്ദയെ, സാതോപനാഥ ഗ്ലേഷ്യറിൽ അളകനന്ദ ഉണ്ടാകുന്നു. അളകനന്ദ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേരത്തെ കോഡ് പോയിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, ദേവപ്രയാഗി ചേരുന്നു. ഇത് നമ്മൾ പഠിച്ചാണല്ലോ. അങ്ങനെ സത്യം മാത്രം പറയുന്ന അളകനന്ദയെ ഞാൻ താലി കെട്ടുകയാണ്. വിഷ്ണുപ്രയാഗ്. ആയത് ദാലി എന്നോർക്കുക. അതാണ് ധൗളി ഗംഗ. ക്ലിയർ? സത്യം മാത്രം പറയുന്ന അളകനന്ദ, സാതോപനാഥ ഗ്ലേഷ്യറിൽ തുടങ്ങുന്ന അളകനന്ദയെ വിഷ്ണുപ്രയാഗിൽ വെച്ച് താലി കെട്ടുന്നു. ധൗളി ഗംഗ വന്നു ചേരുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തത് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ കോഡ് നമുക്ക് ഓർമ്മയുണ്ട്. ഗംഗയിൽ വീണാൽ കർണൻ രുദ്രദേവനെ വിളിക്കും. കഴിഞ്ഞു. അടുത്താണ് നന്ദപ്രയാഗ്. ഇതുപോലെ കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, അങ്ങനെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്തത് നന്ദപ്രയാഗ്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു വിഷ്ണുപ്രയാഗ്, രണ്ടാമത്തതാണ് നന്ദപ്രയാഗ്. നന്ദപ്രയാഗിൽ കാര്യമായിട്ടൊന്നുമില്ല. നന്ദപ്രയാഗിൽ വെച്ച് നന്ദാകിനി അളകനന്ദയുമായിട്ട് ചേരുന്നു. അതായത് അളകനന്ദയുമായിട്ട് പല നദികൾ ചേരുന്നല്ലേ. അളകനന്ദയുമായിട്ട് താലി കെട്ടുന്നു, ധൗളി ഗംഗ ചേരുന്നു, വിഷ്ണു താലി കെട്ടുന്നു, വിഷ്ണുപ്രയാഗ്. കഴിഞ്ഞു. പിന്നെ നന്ദ പ്രത്യേകിച്ച് കോടൊന്നും വേണ്ട. നന്ദാകിനി ചേരുന്നു, അത് നന്ദപ്രയാഗ് ആകുന്നു. ക്ലിയർ ആണോ? ഗംഗയിൽ വീണാൽ കർണൻ രുദ്രദേവനെ വിളിക്കും. മൂന്നാമത്തത് കർണൻ. പാവം കർണൻ അല്ലേ? കർണനെ പലരും വില്ലനാക്കി കാണിച്ചിട്ടുണ്ട്. കർണൻ പാവമാണ്. കുന്തി ദേവിക്ക് കർണൻ ഉണ്ടായപ്പോ കർണനെ പണ്ടാരം എന്ന് വിളിച്ചിട്ടല്ലേ കൊണ്ടുപോയി കളഞ്ഞത്. ഈ പണ്ടാരം പോട്ടെ എന്ന് പറഞ്ഞൊന്നും എനിക്കറിയില്ല, അങ്ങനെ വിചാരിക്കുക. എന്താണെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു, അത് മോശമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ മനസ്സിലാക്കുക, കർണപ്രയാഗിൽ വെച്ച് ആരാ ചേരുന്നേ? പണ്ടാരം എന്ന് വിളിച്ചു നോക്കുക. പിണ്ടാരി നദി വന്നു ചേരുന്നു. ഓർക്കുക, കർണപ്രയാഗിൽ വെച്ചിട്ട് വന്നു ചേരുന്ന നദിയാണ് പിണ്ടാരി അല്ലെങ്കിൽ പിണ്ടാർ ഗംഗ. ധൗളി ഗംഗ പോലെ പിണ്ടാർ ഗംഗ. ക്ലിയർ? ഗംഗയിൽ വീണാൽ കർണൻ രുദ്രദേവനെ വിളിക്കും. 4 രുദ്രദേവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓൾറെഡി അമ്മ കൊണ്ടുപോയി കളഞ്ഞപ്പോ ആൾക്ക് ദേഷ്യമുണ്ട്, കർണൻ ദേഷ്യമുണ്ട്. കുന്തി ദേവിയോട് ചോദിച്ചു, എന്തിനാ മകനെ കളഞ്ഞത്? അപ്പൊ കുന്തി ദേവി പറയാണ്, അവനൊരു മന്ദബുദ്ധിയായിരുന്നു. അത് എന്തൊരു മോശം അല്ലേ? അങ്ങനെ കളഞ്ഞത് മാത്രം പോരാ, തന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കുമ്പോഴത്തേക്കും കർണന് ദേഷ്യം വരും, കർണന് രൗദ്രം വരും. അപ്പൊ കുന്തി ദേവി മന്ദബുദ്ധി എന്ന് വിളിച്ചപ്പോ ആൾക്ക് രൗദ്രം വന്നു. മന്ദബുദ്ധി, മന്ദാകിനി, രുദ്രപ്രയാഗ്. കേട്ടാ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിളിക്കാറില്ലേ, മന്ദബുദ്ധി എന്ന് വിളിക്കാറില്ലേ? നമ്മളെ കൊണ്ടുപോയി കളയാറില്ല, അതുകൊണ്ട് നമ്മൾ തമാശക്ക് എടുക്കും. ഈ അമ്മ കൊണ്ടുപോയി കളഞ്ഞു, അതുകൊണ്ട് ഇദ്ദേഹത്തിന് തമാശക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, ദേഷ്യം വന്നു, രൗദ്രം വന്നു. അപ്പൊ മന്ദാകിനി, രുദ്രപ്രയാഗ്. സുഹൃത്തെ, 5 എണ്ണവും നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 5 എണ്ണവും പഠിച്ചിട്ടുണ്ട്. ഗംഗയിൽ വീണാൽ വിഷ്ണു, നന്ദപ്രയാഗ്. കർണൻ, കർണപ്രയാഗ്. രുദ്രദേവനെ വിളിക്കും, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. വിഷ്ണുപ്രയാഗിന്റെ കൂടെ നമ്മൾ പറഞ്ഞു സത്യം മാത്രം പറയുന്ന അളകനന്ദയെ. വിഷ്ണു താലി കിട്ടി, താലി
ധൗളി ഗംഗ അല്ലെങ്കിൽ വിഷ്ണു ഗംഗ, വിഷ്ണു എന്ന് ചോർത്താൽ മതി. അടുത്തത് നന്ദപ്രയാഗ്, നന്ദാകിനി. കർണനെ പണ്ടാരം എന്ന് പറഞ്ഞ് കൊണ്ടേ കളഞ്ഞു. പിണ്ടാർ ഗംഗ, പിണ്ടാർ. രുദ്രപ്രയാഗ്, അളകനന്ദ ചേരുന്ന അടുത്ത പോയിന്റാണ് രുദ്രപ്രയാഗ്. എന്താ അവിടുത്തെ കോടെന്താ? പാവം കർണനമ്മ മന്ദബുദ്ധി എന്ന് വിളിച്ചു, മന്ദാകിനി. രൗദ്രം വന്നു, രുദ്രപ്രയാഗ്. അഞ്ചാമത്തേത് എന്താ? ഏറ്റവും അവസാനത്തേത് ദൈവത്തിലേക്ക് എത്തി, ദേവപ്രയാഗ്. ഏറ്റവും അവസാനം കർണൻ രുദ്രദേവനെ വിളിക്കും, ദേവപ്രയാഗ്. അങ്ങനെ ദേവപ്രയാഗിൽ വെച്ചിട്ട് നമ്മുടെ നദി എന്താകുന്നു? ഗംഗയാകുന്നു. പഞ്ചപ്രയാഗ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കമന്റ് പറയാൻ മറക്കണ്ട. ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഞ്ചൽ ഉണ്ടായ വർഷം, അത് ഏത് ആർട്ടിക്കിളിൽ ഏത് വർഷം പേര് മാറി? ഉത്തരാഖണ്ഡായി. ഇത്രയും പറയുക. അങ്ങനെ ഗംഗാ നദി ഒഴുകാനായി തുടങ്ങുകയാണ്. ഹരിദ്വാറിലേക്ക് പോകാറില്ലേ ആളുകൾ? ഒരു സിനിമയിൽ പറയുന്നില്ലേ, നാം ഹരിദ്വാരത്തിലേക്ക് പോകുന്നു. ഈ ഹരിദ്വാർ വഴി ഒഴുകി 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 ഒഴുകി. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു മാപ്പ് നോക്കുക. ഇങ്ങനെ സൗത്തിലേക്ക് ഒഴുകി പതുക്കെ പതുക്കെ സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ നമ്മുടെ നദി ഒഴുകിയാണ്. ആ ഒഴുകി ഒഴുകി പോകുന്ന നദി ഒടുവിൽ ബംഗ്ലാദേശിലെത്തുന്നു. പത്മ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ പത്മയിലേക്ക് ബ്രഹ്മപുത്ര വന്നു ചേർന്നു. ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ജമുന. അങ്ങനെ ബ്രഹ്മപുത്രയാകുന്ന ജമുനയും പത്മയാകുന്ന ഗംഗയും ചേർന്ന് മേഘ്ന ഉണ്ടാകുന്നു. ഇതാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ അല്ലെങ്കിൽ ഗംഗാ ഡെൽറ്റ. ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ. ക്ലിയർ? ഇനി നമുക്ക് ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് പഠിക്കാം. സുഹൃത്തെ, ഗംഗയ്ക്ക് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗംഗയുടെ മാത്രം ട്രിബ്യൂട്ടറീസ് അല്ല നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒഴുകുന്ന ഗംഗയില്ലേ, ഈ ഗംഗയിലേക്ക് ഇതാ ഇങ്ങനെ വന്നു ചേരുന്ന പ്രയാഗ്രാജിൽ ചേരുന്ന അലഹബാദ് ചേരുന്ന യമുനയില്ലേ, ഈ യമുനയുടെയും ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ബേട്ടുവ, കെൻ, രണ്ടിനെയും ലിങ്ക് ചെയ്തുകൊണ്ട് കെൻ ബേട്ടുവ എന്ന് പറയുന്ന ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഹിമാലയൻ നദികളല്ല. ഈ ഭാഗത്ത് ഹിമാലയൻ നദികളൊക്കെ, ഇതൊക്കെ സൗത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ഹിമാലയിൽ നിന്നല്ല തുടങ്ങുന്നത്. പക്ഷെ യമുനയിലേക്ക് പോയി ചേരുന്നതുകൊണ്ട് ഇതിനെയും കൂടെ ആ കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുന്നത് മാത്രം. ഒരു ചോദ്യം ചോദിക്കട്ടെ, കെൻ ബേട്ടുവ ഇന്റർലിങ്കിങ് പ്രൊജക്ട് നടക്കുമ്പോൾ ഒരു ടൈഗർ റിസർവിന്റെ കുറച്ച് ഭാഗം വെള്ളത്തിനടിയിൽ പോകും. അത് പ്രശ്നമായിരുന്നു. അത് ഏത് ടൈഗർ റിസർവ് ആണെന്ന് പറയുക. കെൻ ബേട്ടുവ ഇന്റർലിങ്കിങ് നടക്കുമ്പോൾ വെള്ളത്തിനടിയിൽ പോകാൻ പോകുന്ന ടൈഗർ റിസർവ് ഏതാണെന്ന് പറയുക. ഈ ഗംഗയുടെ ഈ ഉള്ള യാത്രയിൽ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് രാമഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, യമുന, സോൺ, ദാമോദർ. സോൺ നദിയെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ദാ ഇങ്ങനെ ഒഴുകുന്ന നദി, ഗംഗാ നദിയിലേക്ക് സോൺ നദി വന്നു ചേരുന്ന സ്ഥലം സോൺ നദി. അതാണ് ഇന്നത്തെ പാട്ന, പഴയ പാടലിപുത്ര. എന്താ പാടലിപുത്രയുടെ മഗധയുടെ പ്രത്യേകത? കോൺഫ്ലുവൻസ് ഓഫ് ഗംഗ ആൻഡ് സോൺ. ക്ലിയർ ആണോ? ഈ സോൺ നദി ചേരുന്ന ഈ സ്ഥലമില്ലേ, ആരാണ്, ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട ഏത് രാജാവാണ് മഗധയുടെ ക്യാപിറ്റൽ പാടലിപുത്രത്തിലേക്ക് മാറ്റിയത്? ഐഡന്റിഫൈങ് ദ സിഗ്നിഫിക്കൻസ്. ഈ റിവർ കോൺഫ്ലുവൻസിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം മനസ്സിലാക്കി ഏത് രാജാവാണ് ക്യാപിറ്റൽ പാടലിപുത്രത്തിലേക്ക് മാറ്റിയത്? ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാവ്? ഉത്തരം പറയണം കേട്ടോ. അപ്പൊ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. വീണ്ടും പറയട്ടെ, യമുനയുടെ പ്രധാനപ്പെട്ട ചില പോഷക നദികളുണ്ട്. ഇപ്പൊ ചമ്പൽ നദി, ചമ്പൽ കാടുകൾ, ചമ്പൽ നദി, പിന്നെ പൂലൻ ദേവി കഥകളൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാകും. കെൻ നദി, ബേട്ടുവ നദി, ഇതൊക്കെ പോയി ചേർന്നത് യമുനയിലേക്കാണ്. യമുനയുടെ തീരത്താണ് ആഗ്ര, മുഗളന്മാരുടെ പ്രധാനപ്പെട്ട ബിൽഡിങ്സ്, ഡൽഹിയിലൂടെ ഒഴുകുന്ന നദി, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ യമുനയാണ്, മാപ്പിലുണ്ട് കേട്ടോ. ക്ലിയർ ആണ്? ഈ യമുന പോയി ചേരുന്ന സ്ഥലം നമുക്കറിയാം. ഗംഗയും യമുനയും പിന്നെ മിത്തോളജിക്കലി വിശ്വസിക്കുന്ന സരസ്വതി കൂടെ വന്നു ചേരുന്നു. ത്രിവേണി സംഗമം, പ്രയാഗ്രാജ്, അവിടെ പിന്നെ കുംഭമേള നടക്കുന്നു. ക്ലിയർ? ഇതൊക്കെ കുറെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന ട്രിബ്യൂട്ടറീസിനെ പറ്റി നമുക്ക് പഠിക്കാം. ഗംഗ ഈ ഭാഗത്ത് ഉത്തർപ്രദേശിലല്ലേ, അയോധ്യ. ഇനി ഞാൻ പറയുന്ന കഥയിൽ യാതൊരു ലോജിക്കും ഇല്ല കേട്ടോ, യാതൊരു ലോജിക്കും ഇല്ല. അയോധ്യയിലെ രാജാവാണ് നമുക്കറിയാം ശ്രീരാമനോട് നാട് വിട്ടു പോകാനായിട്ട് പറയുന്നുണ്ടല്ലേ. കാനനവാസത്തിന് വേണ്ടിയിട്ട് ആള് പോകുന്നുണ്ട്, വനവാസത്തിന് വേണ്ടി ആള് പോകുന്നുണ്ട്. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ആള് വനവാസം നടത്തുന്നത്. ഈ വനവാസം ആള് നടത്താനുള്ള കഥ അത് നമുക്കറിയാം. അപ്പൊ ശ്രീരാമനോട് പറയുകയാണ്, രാമ വീട് വിട്ടു പോവുക, പ്ലീസ് ഗോ ഫ്രം യുവർ ഘർ. ഗോ, പോവുക, ഘർ വീട് വിട്ട്. കയ്യിൽ ആയുധം എടുത്തോളൂ. എന്തായുധം? ഗാണ്ഡീവം എടുത്തോളൂ. അപ്പൊ എന്നോട് ചോദിക്കരുത്, ഗാണ്ഡീവം അർജുനന്റെ അല്ലേ, രാമന്റെ അല്ലല്ലോ. ഒന്ന് ആ കഥ, ഒന്ന് ഈ കഥയല്ലേ. സുഹൃത്തുക്കളെ, ലോജിക്കില്ല. വെറും കോഡ് മാത്രമാണ്, ലോജിക്കില്ലാത്ത ഒരു കോഡ് മാത്രമാണ്. ക്ലിയർ?
രാമൻ ഗോ ഫ്രം ഗർ വിത്ത് ഗാന്ധീവം. രാമന്റെ കൂടെ ഭാര്യ പോകുന്നില്ലേ? ഭാര്യയുടെ പേര് എനിക്കറിയാം, പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഭാര്യയുടെ പേര് യശോദ എന്നാണ്. യശോദേ എന്ന് വിളിക്കുന്നില്ലേ, ആ യശോദ കേട്ടോ, സീതയല്ല യശോദ എന്നാണ് വിശ്വസിക്കുന്നത്. വീണ്ടും പറയട്ടെ സുഹൃത്തെ, ദയവ് ചെയ്ത് ഇതൊരു രാമായണ കഥയെന്ന് വിചാരിക്കരുത്. റിലീജിയൻ ആണ്, സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇത് വെറും ഒരു കോഡാണ്. അപ്പൊ രാമൻ ഗോ ഫ്രം ഗർ വിത്ത് ഗാന്ധീവം ആൻഡ് യശോദ. രാമൻ രാം ഗംഗ ഗോ ഫ്രം ഗർ. ഗോ ഗോമതി, ഗർ ഗാഗര. ക്ലിയർ? ഗാഘർ അങ്ങനെ ഓർക്കാലോ. അപ്പൊ രാമൻ ഗോ ഫ്രം ഗർ വിത്ത് ഗാന്ധീവം, ഗണ്ഡക്. ക്ലിയർ ആണോ? ഗോ ഫ്രം ഗർ വിത്ത് ഗാന്ധീവം. ആര് കൂടെ വരുന്നു? യശോദ, യമുന, സോൺ, ദാമോദർ. ഇതില് ഈ നദികളുടെ പ്രാധാന്യം മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോ സോറോ ഓഫ് ഓരോ സ്റ്റേറ്റിന്റെ സോറോ ആണ്, സങ്കടം. കാരണം എന്താ? പെരണ്യൽ നദികളാണ്, വഴിമാറി ഒഴുക്കും, വെള്ളപ്പൊക്കം ഉണ്ടാക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. സോറോ ഓഫ് സിക്കിം ഏതാണെന്ന് പറയുക. സോറോ ഓഫ് സിക്കിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോറോ ഓഫ് ബീഹാർ ഏതാണെന്ന് പറയുക, ഈ സ്ലൈഡിൽ കിടക്കുന്നുണ്ട്. സോറോ ഓഫ് ബംഗാൾ ഏതാണെന്ന് പറയുക, ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഏതെങ്കിലും സോറോ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഓരോ സ്റ്റേറ്റിന്റെ വിഷമം ഉണ്ടാക്കുന്ന നദികളെ പറ്റി പറയുന്നുണ്ട്. സിക്കിമിലൂടെ ഒഴുകുന്ന നദി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ബ്രഹ്മപുത്രയിൽ. അതേതാണെന്ന് പറയുക. സോറോ ഓഫ് ബീഹാർ, സോറോ ഓഫ് ബംഗാൾ പറയുക. രാമൻ ഗോ ഫ്രം ഗർ വിത്ത് ഗാന്ധീവം ആൻഡ് യശോദ. ഈ കോഡൊക്കെ നിങ്ങളെപ്പോലെ തന്നെ 10 പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഞാനും മറന്നു പോകും. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഇങ്ങനത്തെ കോഡുകൾ, ചില കോഡ് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒക്കെ കോഡ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ നല്ല രസം, ഒരിക്കലും വായിച്ച പിന്നെ മാർക്കില്ല. പക്ഷെ ഇതൊക്കെ ക്രിഞ്ച് കോഡാന്ന് എനിക്കറിയാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ സാധനം പേപ്പറിൽ എഴുതി 10 പ്രാവശ്യം വായിക്കുക, ഹർഷനാണ് മോഷിക്കുന്ന പോലെ നമ്മളിത് മാർക്കില്ല കേട്ടോ. ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോഡുണ്ട്. ഗംഗയിൽ വീണ് കഴിഞ്ഞാൽ കർണൻ രുദ്രദേവനെ വിളിക്കും, അതൊരു കോഡ്. കുന്തി ദേവി പണ്ടാരം എന്ന് പറഞ്ഞ് കർണനെ കളഞ്ഞത് മറ്റൊരു കോഡാണ്. കർണനെ മന്ദബുദ്ധി എന്ന് വിളിച്ചപ്പോൾ കർണന് രൗദ്രം ദേഷ്യം വന്നത് മറ്റൊരു കോഡാണ്. അല്ലെങ്കിൽ സത്യമാത്രം പറയുന്ന അളകനന്ദയെ വിഷ്ണു താലി കെട്ടിയത് മറ്റൊരു കോഡാണ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച ഗംഗയ്ക്ക് അളകുണ്ടായത് അത് മറ്റൊരു കോഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. ഗംഗയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര പോലെയോ സിന്ധു പോലെയല്ല. ഗംഗയുടെ 79% ഇന്ത്യയിലൂടെയാണ്. മോർ ദാൻ 3/4, 75 അല്ല 79% പെർസെന്റേജ് നമ്മളോട് ചോദിക്കാം, ഇന്ത്യയിലൂടെയാണ്. പിന്നെ കേട്ടോ, നേപ്പാളിലുണ്ട്, ചൈനയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഗംഗയുടെ മാപ്പ് നിങ്ങൾ നോക്കുക, ഈ ഭാഗത്തുനിന്നൊക്കെ നിങ്ങൾ നദികൾ വരുന്നതാണെന്നില്ല ഇതിനകത്തേക്ക്. അപ്പൊ നേപ്പാൾ, ചൈന എന്ന് പറയുമ്പോൾ ടിബറ്റ് ഭാഗത്തുണ്ട്, അതുപോലെ ബംഗ്ലാദേശ് ഉണ്ട്. ഇന്ത്യക്ക് അകത്തുകൂടെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഒഴുകുന്നുണ്ട്. 1, 2 അല്ല 11 സംസ്ഥാനങ്ങൾ ഒഴുകുന്നുണ്ട്. എന്താണ് നമാമി ഗംഗെ പ്രോഗ്രാം? നമാമി ഗംഗെ പ്രോഗ്രാം ഇത്രയും നദികളുണ്ടായിട്ട് എന്തുകൊണ്ട് ഗംഗയെ റിവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. നമാമി ഗംഗയുടെ പ്രാധാന്യം മനസ്സിലാവും. ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള കുറെ ഭാഗങ്ങൾ നമുക്ക് ഗംഗയിൽ കാണാനായിട്ട് സാധിക്കും. ഗംഗ നശിക്കുന്നത് ഇന്ത്യൻ കൾച്ചർ കൂടിയാണ്. ഗംഗയിൽ പോയി മുങ്ങിക്കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഗംഗയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭാഗത്ത് മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഓരോരോ അസുഖങ്ങളാണ്, പുണ്യമല്ല. അപ്പൊ ആ ഗംഗയെ റിവൈവ് ചെയ്യണം, ഗംഗ വീണ്ടും പുണ്യനദിയാകണം. ഗംഗയെ പോയി പ്രാർത്ഥിച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ വേസ്റ്റ് ഗംഗയിലേക്ക് തന്നെ തട്ടുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഗംഗയെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഈ 11 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടങ്ങുന്ന ഉത്തരാഖണ്ഡ് വഴി ഉത്തർപ്രദേശ്, തൊട്ടപ്പുറേ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. പക്ഷേ ഉത്തർപ്രദേശിന് തൊട്ട് താഴെ കിടക്കുന്ന മധ്യപ്രദേശ് ഭാഗമുണ്ട്, നമ്മുടെ യമുന വന്നു ചേരുന്ന ഭാഗമുണ്ട് അല്ലെ. മധ്യപ്രദേശിൽ നിന്നുണ്ടായ ഛത്തീസ്ഗഡ് ഉണ്ട്, ബീഹാർ ഉള്ളത് കൊണ്ട് അതിൽ നിന്നുണ്ടായ ജാർഖണ്ഡ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഹരിയാനയും രാജസ്ഥാനും ഉണ്ട്. പോഷക നദികൾ വരുന്ന കാര്യം കൊണ്ടാണ്, ഈ പോഷക നദികൾ കാരണമാണ് ഹരിയാനയും രാജസ്ഥാനും. പഞ്ചാബില്ല. ഹരിയാനയ്ക്കും പഞ്ചാബിനും കൂടെ ഒരു ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ഇപ്പറ ഹരിയാന, അപ്പുറം പഞ്ചാബ്. പഞ്ചാബിലൂടെ സിന്ധു പോകുന്നത് കേട്ടോ. സിന്ധുവിന്റെ പോഷക നദി ജലം, ചെനാബ്, രവി, സത്ലജ്. ക്ലിയർ? യമുന ഡൽഹിയിലൂടെ ഒഴുകുന്നു, അപ്പൊ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ഉണ്ട്. ഇതൊക്കെ അപ്പൊ ഇന്ത്യയുടെ മാപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റൂട്ടോ ഏകദേശം. ഇത് എന്ന് ചോർത്തി കഴിഞ്ഞാൽ ഒഡീഷ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ വേണ്ട, തീരെ താഴെയാ. ആന്ധ്രാപ്രദേശ് തന്നു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര തന്നു കഴിഞ്ഞാൽ, കർണാടക തന്നു കഴിഞ്ഞാൽ തരാം, ഓപ്ഷനിൽ തരാം. ഇങ്ങോട്ടൊന്നും ഗംഗയുടെ ബേസിൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ത്യയുടെ മാപ്പ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്.
അഡ്രസ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ വച്ചിട്ട് നോക്കണം. കേട്ടാ കേട്ടാ ഗംഗയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ഗംഗയെ പറ്റി പഠിക്കും, കുറച്ചുകൂടെ സമയമെടുക്കും എന്നുള്ളത് മാത്രം. അതുകൊണ്ട് തന്നെ ഗംഗ ഓരോ സംസ്ഥാനത്തൂടെയും ഒഴുകുന്ന പ്രധാനപ്പെട്ട സിറ്റികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഞാനിവിടെ തന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഋഷികേശ്. ഹരിദ്വാർ യൂണിയൻ ടെറിട്ടറി, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയിലൂടെ ഒഴുകുന്നുണ്ട്. ഉത്തർപ്രദേശ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി, ചരിത്ര പ്രാധാന്യമുള്ളത് ആഗ്ര. പ്രയാഗ്രാജ്, ലക്നൗ, വാരണാസി, കാൺപൂർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിറ്റിയാണോ. ബീഹാറിലെ പാടലിപുത്രം, പാട്ന, സോൺ നദി വന്നു ചേരുന്നു. ഏൻഷ്യൻ ഇന്ത്യയിൽ പ്രാധാന്യമുള്ള വൈശാലി വജ്ജി മഹാജനപദ ക്യാപിറ്റലായിരുന്നു. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോഴത്തേക്കും മുർഷിദാബാദ്, നമ്മുടെ സ്വന്തം കൽക്കട്ട. ബാറ്റിൽ ഓഫ് ചിൻസൂര നടന്ന ചിൻസൂര. ബരാക്പൂർ 1857 റിവോൾട്ടിലെ ബരാക്പൂർ, മംഗൾ പാണ്ഡെയുമായിട്ട് ബന്ധപ്പെട്ട്. 1759 ചിൻസൂര. അപ്പൊ ഒന്ന് പറയൂ, ബാറ്റിൽ ഓഫ് ചിൻസൂര നടന്ന വർഷം ഞാൻ പറഞ്ഞു, ആര് ജയിച്ചു, ആര് തോറ്റു. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള, ഇന്നും പ്രാധാന്യമുള്ള മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റീസ് നോർത്ത് ഇന്ത്യയിൽ, അത് ഗംഗയുടെ തീരത്താണ്. കേട്ടോ, ക്ലിയർ? അങ്ങനെ ഗംഗ പോയി ചേരുന്നു ആരുടെ കൂടെ? ബ്രഹ്മപുത്രയുടെ കൂടെ. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ ഉണ്ടാക്കുന്നു. അവിടെ സുന്ദരി മരങ്ങളുള്ളത് കൊണ്ട് അത് സുന്ദർബൻസ് ഡെൽറ്റ എന്നറിയപ്പെടുന്നു. ബംഗാൾ ഡെൽറ്റ എന്നോ ഗംഗാ ഡെൽറ്റ എന്നോ ഒക്കെ അറിയപ്പെടാം. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഡെൽറ്റ ഇൻ ദ വേൾഡ്. അത് ആമസോണും നൈലും ഒന്നുമല്ല, അത് ഗംഗാ ബ്രഹ്മപുത്ര സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം. ഇതിൽ ബ്രഹ്മപുത്രയുടെ വെള്ളമുണ്ട്, ഗംഗയുടെ വെള്ളമുണ്ട്, പിന്നെ ആരുടെ ഉണ്ട് നോക്കണേ? സുർമ മേഘ്ന. ഇത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആണ് കേട്ടോ. ഇത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആണ്. മണിപ്പൂർ കണ്ടാറില്ല, മണിപ്പൂർ ഇവിടെ നാഗാലാൻഡ്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ഒരു നദി, മണിപ്പൂരിൽ തുടങ്ങുന്ന നദിയാണ് ബരാക് നദി. ബരാക് റിവർ മണിപ്പൂരിൽ തുടങ്ങുന്നു. മണിപ്പൂർ, മിസോറാം, അസം, അങ്ങനെ പോയി ബംഗ്ലാദേശിൽ പോയി ചാടുന്നുണ്ട്. ഈ ബരാക് നദി ശ്രദ്ധിക്കണം, എത്ര പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ബരാക് നദി രണ്ടായിട്ട് തരംതിരിയുന്നു. ആരാണ്? സുർമ, കുഷിയാര. വീണ്ടും ചേരുന്നുണ്ട്. അങ്ങനെയാണ് ഈ മേഘന ഉണ്ടാകുന്നത് കേട്ടോ. മേഘന. അപ്പൊ മനസ്സിലാക്കണം, ഗംഗ, ബ്രഹ്മപുത്ര, അതിന്റെ കൂട്ടത്തിൽ ബരാക്കായിട്ട് തുടങ്ങിയിട്ട് സുർമ, കുഷിയാരായിട്ട് മാറിയിട്ട് വീണ്ടും ചേരുന്ന മേഘനയുടെ വെള്ളം കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ ഉണ്ടാകുന്നത്. ക്ലിയർ? ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം? എന്ത് വേണമെങ്കിലും ചോദിക്കാം. SSC CPയോടെ ഒരു ചോദ്യം പറയാം. സുർമ റിവർ ഓൾസോ നോൺ ആസ് ബരാക് റിവർ എവിടെ തുടങ്ങുന്നു? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, എവിടെ തുടങ്ങുന്നു? മണിപ്പൂരിൽ തുടങ്ങുന്നു. മണിപ്പൂർ ഹിൽസ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കണം. പട്കായിബം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നാഗാ ഹിൽസ്, മീസോ ഹിൽസ്. ഈ മാപ്പ് നോക്കൂ. പട്കായിബം ഇന്ത്യ ബർമ ബോർഡറിൽ, ഇന്ത്യ മ്യാൻമർ ബോർഡറിലാണ് കാണുന്നത്. നമ്മളോട് ഇതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയാം. മിഷ്മി ഹിൽസ്, പട്കായിബം, നാഗാ ഹിൽസ്. നോർത്ത് നിന്ന് സൗത്തിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറയാം. മേഘാലയയിലെ 3 പ്രധാനപ്പെട്ട ട്രൈബുകൾ, ഗാരോ, ഖാസി, ജൈൻറ്റിയ. എന്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് വെസ്റ്റ് ഈസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. ഗാരോ, ഖാസി, ജൈൻറ്റിയ. അപ്പോൾ ഇത് നോർത്ത് നിന്ന് സൗത്തിലേക്ക് ചോദിക്കാം. ഈ ഭാഗത്ത് നിന്നും എവിടെ പോയി? ഈ ഭാഗത്ത് നിന്നും, മണിപ്പൂർ ഭാഗത്ത് നിന്നും നമ്മുടെ ബരാക് റിവർ തുടങ്ങുന്നു. ഈ ബരാക് റിവർ പിന്നീട് സുർമയാകുന്നു, കുഷിയാരയാകുന്നു. ഉത്തരം കിട്ടിയല്ലോ. അടുത്ത് നിങ്ങൾ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്? റിവർ ഡെൽറ്റ. നമ്മുടെ ഉത്തരം എന്താണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. നേരത്തെ ഉത്തരം എന്തായിരുന്നു? മണിപ്പൂർ. ഇത് ഇൻഡസിന്റെ ഡെൽറ്റ അല്ല, ഇത് ഡാനൂബിന്റെ അല്ല, ഇത് ആമസോണിന്റെ അല്ല. ആമസോൺ ദ ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് റിവർ ഡെൽറ്റ അല്ല. ക്ലിയർ? ഡാന്യൂബ് റിവർ എവിടെയാണ്? എന്താണ് ഡാന്യൂബ് റിവറിന്റെ പ്രത്യേകത എന്ന് പറയുക? എന്താണ് ഡാന്യൂബ് റിവറിന്റെ പ്രത്യേകത? ഡാന്യൂബ് റിവർ ഏത് കോണ്ടിനെന്റിലൂടെ ഒഴുകുന്നു? എന്താണ് അതിന്റെ പ്രത്യേകത? കമന്റ് ആയിട്ട് പറയുക. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും നമ്മൾ നേരത്തെ ബ്രഹ്മപുത്ര പഠിച്ചപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയ സാധനമാണ്. എന്താണ്? ദ ലാർജസ്റ്റ് റിവർ ഐലൻഡ് ഇൻ ദ വേൾഡ്. ഐലൻഡ്സ് നമ്മൾ കാണാറുണ്ട് അല്ലേ? മാൽദീവ്സ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, അങ്ങനെ ഒരുപാട് ഐലൻഡ്സ് നമ്മൾ കാണാറുണ്ട്. റിവർ ഐലൻഡ് കണ്ടിട്ടുണ്ടോ? റിവർ ഐലൻഡ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പെരിയാറിലുണ്ട് ചെറിയ ഐലൻഡ്. 4 ഭാഗത്തൊക്കെ പോയാൽ കാണാം. നദികളിൽ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ഇൻ ദ വേൾഡ്, അതിമനോഹരമായിട്ടുള്ള ഐലൻഡാണ്. ഞാൻ പോയിട്ടില്ല, യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ. അത് ഏതാണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. അത് ഏത് റിവറിലാണെന്ന് പറയണം. ഏത് റിവറിലാണ്? അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്.
ഞാൻ പറഞ്ഞില്ല, ഉത്തരം കിട്ടിയാൽ അത് കളയരുത്. അഗാത്തി, ഭവാനി, മാജുളി, ശ്രീരംഗം, ഇതൊക്കെ ഏത് ഭാഗത്തുള്ള ഐലൻഡ്സ് ആണെന്നുള്ളത് നോക്കണം. ഇതിന്റെ ഉത്തരം എനിക്ക് കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ് ഗംഗ വാട്ടർ ട്രീറ്റി. 996 ഒപ്പിട്ടു, 30 വർഷത്തേക്ക്. ആരൊക്കെ? ഇന്ത്യയും ബംഗ്ലാദേശും. കുറച്ചു കാലം മുന്നേ ഒരു വാർത്ത വന്നിരുന്നു. എന്താ അത്? 30 വർഷം, 996, 2026 ആകുമ്പോഴത്തേക്കും അതിന്റെ വാലിഡിറ്റി കഴിയും, അത് റിന്യൂ ചെയ്യണമായിരുന്നു. ഈ ചേട്ടനും ഈ ചേച്ചിയും കൂടെ യുവർ ഫ്രണ്ട്സ് അല്ലേ? നരേന്ദ്രമോദി, ഷെയ്ഖ് ഹസീന. എന്നാൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നു, ബംഗ്ലാദേശ് വലിയ കലാപം വരുന്നു, ഇവരെ തട്ടിക്കളയുമെന്ന് പറയുന്നു, ഇവർക്ക് ഇന്ത്യ അസൈലം കൊടുക്കുന്നു. പുതിയ ഗവൺമെന്റും ഇന്ത്യയും തമ്മിൽ പതുക്കെ അടുക്കാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഗംഗയിലെ വെള്ളം ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ പണി കഴിപ്പിച്ചൊരു ബാരേജ്, ഇപ്പൊ ബ്രഹ്മപുത്രയില് പിന്നെ ചൈന കൈവയ്ക്കുന്നില്ലേ, അതുപോലെ ഇന്ത്യ പണി കഴിപ്പിച്ചൊരു ബാരേജാണ് ഫറാക്ക ബാരേജ്. ഇത് പണി കഴിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വെള്ളം എത്ര ഇന്ത്യക്ക് വേണം, എത്ര പിന്നെ ബംഗ്ലാദേശിന് വേണം. നമ്മളിത് പണി കഴിപ്പിക്കാൻ കാരണമുണ്ട്. കാരണം കൽക്കട്ട പോർട്ട് കുറെ കൂടെ നാവിഗബിൾ ആക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ബംഗ്ലാദേശിന് വെള്ളം കുറയില്ലേ, അതുകൊണ്ട് ഫ്രണ്ട്ലി ടേംസിൽ അവർ തമ്മിൽ ഒരു ട്രീറ്റി ഒപ്പിടുന്നു. ട്രീറ്റി ഒപ്പിട്ടത് മനസ്സിലാക്കണം, 996 അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള HD ദേവഗൌഡ. അന്നത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയായിരുന്നു. അപ്പൊ അവരുടെ ഫാമിലിയുടെ പ്രാധാന്യം, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വ്യക്തി, ബംഗാബന്ധു എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് ബംഗ്ലാദേശ് എന്ന് ഇപ്പൊ അവർ വിളിക്കുമെന്ന് എനിക്കറിയില്ല, ഒരു സമയം വരെ വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തി, ഇതൊക്കെ ആരാണെന്നുള്ളത് നോക്കാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി തർക്കത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്ത്യയും ബംഗ്ലാദേശിനും തമ്മിൽ പ്രോപ്പറായിട്ട് ബൗണ്ടറി വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇന്ത്യയും ബംഗ്ലാദേശിനെയും കണക്ട് ചെയ്യുന്ന 54ഓളം നദികളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഗംഗ. ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ലാൻഡ് ബൗണ്ടറി ആരാണ്? ബംഗ്ലാദേശാണ്. ക്ലിയർ ആണോ? ലാർജസ്റ്റ് ലാൻഡ് ബൗണ്ടറി. ഇത് എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് പറയണം കേട്ടോ, കമന്റിൽ പറയുക എത്ര കിലോമീറ്റർ ആണ്. അപ്പൊ എത്ര പ്രീവിയസ് ക്വസ്റ്റിനെ നമ്മൾ കണക്ട് ചെയ്തെന്ന് ആലോചിച്ചു. എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈ അടുത്ത് ബംഗാളിൽ ഭരണം മാറി BJP ഭരണം വന്നപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ബോർഡറിനെ ഞങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ക്ലിയർ ആണോ? എത്ര പറഞ്ഞാലും ഡിഫിക്കൽട്ടാണ്. കാരണം എന്താ? നദികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും 54ഓളം നദികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത്. കുറച്ചു കാലം മുന്നേ വാർത്തയിൽ വന്നൊരു ട്രീറ്റിയാണ് കുഷിയാര വാട്ടർ ട്രീറ്റി. എഗെയിൻ ബറാക്ക് റിവർ, സുർമ കുഷിയാരയാകുന്നു. നോർത്ത് ഈസ്റ്റിൽ തുടങ്ങി എങ്ങോട്ട് ഒഴുകുന്നു? ബംഗ്ലാദേശിലേക്ക് പോകുന്നു. അപ്പൊ അതും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയും തമ്മിലായിരുന്നു ട്രീറ്റി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആസ് ഓഫ് നൗ 2026 ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ്? പറയണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ NTPC പരീക്ഷയ്ക്ക് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്ററിനെ പറ്റി ചോദിച്ചു, ആളുടെ പാർട്ടി ചോദിച്ചു. അതുപോലെ ആരാണ് ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ? ആളുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെന്താണ്? കമന്റായിട്ട് പറയുക കേട്ടോ, കമന്റായിട്ട് പറയുക. അപ്പൊ കുഷിയാര ആ വെള്ളം ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പിട്ടാണ് കുഷിയാര വാട്ടർ ട്രീറ്റി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഗംഗ വാട്ടർ ട്രീറ്റി. അങ്ങനെ കുറെ ട്രീറ്റികളുണ്ട് കേട്ടോ, ട്രീറ്റികളുണ്ട്. ഓക്കെ, പേടിക്കണ്ട, നമ്മൾ അവസാനത്തേക്ക് എത്തുകയാണ്. അവസാനം ഗംഗയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഗംഗ പത്മയാകുന്നു, ബ്രഹ്മപുത്ര ജമുനയാകുന്നു, മേഘന വന്നു ചേരുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ ഉണ്ടാക്കുന്നു ബംഗ്ലാദേശിൽ. ക്ലിയർ ആണോ? ഇങ്ങനെ വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ഭാഗത്തുണ്ടാകുന്നു. അപ്പൊ മനസ്സിലാക്കണം, ഈ റിവർ ഡെൽറ്റയിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിലാണ്. ഈ മാപ്പിൽ ഈ ഒരു സ്ഥലമുണ്ട്, ഇത് കണ്ടോ? കോക്സ് ബസാർ. ഒരു പക്ഷേ പത്രം റെഗുലറായിട്ട് വായിക്കുന്നവർ ഈ പേര് കേട്ടിട്ടുണ്ടാവും. കാരണം ബർമയിൽ മ്യാൻമറിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ നിന്നും റോഹിംഗ്യ മുസ്ലിംസ് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ആ റോഹിംഗ്യ മുസ്ലിംസ് റെഫ്യൂജീസിന് വേണ്ടി ഒരു ക്യാമ്പ് ബംഗ്ലാദേശ് തുടങ്ങിയത് ഈ കോക്സ് ബസാറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെഫ്യൂജി ക്യാമ്പുകളിൽ ഒന്നായിരുന്നു കോക്സ് ബസാർ എന്ന് പറയുന്നത്. ഇന്നും അവിടെ ആളുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേട്ടോ? ഈ കാണുന്ന സാധനങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗംഗയെ പറ്റി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക, ഗംഗ ഇന്ത്യയുടെ നാഷണൽ റിവർ ആണ്. എന്ന് മുതൽ, ഏത് വർഷം, ഏത് ഡേറ്റ്, ഏതൊക്കെ ഹെഡ് റിവേഴ്സ് ചേരുമ്പോഴാണ് ഗംഗ ഉണ്ടാകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് ഗംഗയാണ്. 25 കിലോമീറ്റർ അല്ലെ? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി.
അതേതാണ്? യമുനയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്നറിയോ? സൗത്തിലെ ഏറ്റവും വലിയ നദിയാണ്, നമ്മൾ പെനിൻസുലാർ പഠിക്കും ഗോദാവരി. ഈ ഗോദാവരി എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനെ വെച്ചിട്ട് യമുനയുടെ ലെങ്ത് നോക്കുക. യമുനയുടെ ലെങ്ത് മാത്രം 1376 ആണ്. യമുനോത്രിയിൽ തുടങ്ങി ഒഴുകി ഗംഗയിൽ പ്രയാഗ്രാജിൽ വെച്ച് ചേരുന്നു. അതുപോലെ ദ ഒറിജിൻ ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര എവിടെയാണ്? ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഗംഗ നമുക്കറിയാം ഉത്തരാഖണ്ഡ്, ബ്രഹ്മപുത്ര നമുക്കറിയാം ടിബറ്റ്, ചെമയങ്തങ് ഗ്ലേഷ്യർ അല്ലെങ്കിൽ മാനസരോവർ ലേക്കിനടുത്ത്, മൗണ്ട് കൈലാസത്തിനടുത്ത്. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് റിവർ ഗംഗ? അങ്ങനെ ചോദിക്കാം. നമ്മളിപ്പോ രാമ ഗോ ഫ്രം ഗർ വിത്ത് ഗാന്ധിയും ആൻഡ് യശോദ നമ്മൾ പറഞ്ഞില്ലേ, ഗംഗ എന്ന പേരുള്ള എല്ലാ നദികളും ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ല. ഏറ്റവും വലിയ ഉദാഹരണം, ആളുകൾ തെറ്റിക്കുന്ന ഉദാഹരണമാണ് പെൺഗംഗ. രാമഗംഗ ട്രിബ്യൂട്ടറിയാണ്, ഇത് പെൺഗംഗയാണ്. പെൺഗംഗയായിരുന്നു നമ്മുടെ ഉത്തരം. പെൺഗംഗ ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ പിന്നെ ആരുടെ ട്രിബ്യൂട്ടറിയാണ്? പറയണേ. പെൺഗംഗ ഇന്ത്യയുടെ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ പിന്നെ ആരുടെയാണ്? അപ്പൊ കുറേ സാധനങ്ങൾ ഞാൻ കമന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിന് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതെല്ലാം പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. വീഡിയോ 1 മണിക്കൂറിന് കൂടുതൽ പോകും. വീഡിയോയുടെ ലെങ്ത് 1/2 മണിക്കൂർ കൂടുമ്പോഴേ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാവും. ഈ വീഡിയോ ഉറപ്പായിട്ടും ഒരു 40 മിനിറ്റ് ഉണ്ടാവും. കേട്ടോ? അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഗംഗയും ബ്രഹ്മപുത്രയും മേഘ്നയും ചേർന്നിട്ട് ജയൻ ഫ്ലഡ് പ്ലെയിൻ റിവർ ഡെൽറ്റ ഉണ്ടാക്കുന്ന ഏത് രാജ്യത്ത് വെച്ചിട്ടാണ്? ബംഗ്ലാദേശ് വെച്ചിട്ടാണ്. അപ്പൊ സുഹൃത്തെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ തന്നെ കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടെ നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ഇൻക്ലൂഡ്സ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? പെനിൻസുലാർ ഡ്രെയിനേജ്, ഉപദ്വീപീയ നദികളിലേക്കാണ് പോകുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ പ്രധാനപ്പെട്ട നദികൾ, അതിൽ തന്നെ നർമ്മദ, തപി, ഇതും നമ്മൾ പഠിക്കും. കേട്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ക്ലാസ്സിന്റെ നോട്ട് ആസ് യൂഷ്വലി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡെയിലി പോൾസും മറ്റും എടുക്കുക. നല്ലപോലെ പഠിക്കണം. കേട്ടോ? ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കട്ടെ. മറ്റൊരു സെഷന് വീണ്ടും കാണാം.